കഴിഞ്ഞ ദിവസം പാലക് ചീരയുടെ ഗുണങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞതാണ് പാലക് പനീർ എന്ന ഒരു വിഭവം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ നമ്മൾ അങ്ങനെ ഒരു കറി ഉണ്ടാക്കി നോക്കി. പാലക്കും പനീറും ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡിഷ് നമ്മൾ തയ്യാറാക്കി, അതായത് പാലക് പനീർ. അത് വളരെയധികം ടേസ്റ്റി ആയിട്ട് നമുക്ക് തോന്നി. വീട്ടിലുള്ള എല്ലാവർക്കും ആ കറി നന്നായി ഇഷ്ടപ്പെട്ടു. ചപ്പാത്തിക്കൊപ്പം നല്ല ടേസ്റ്റിയായി അത് നമുക്ക് ഫീൽ ചെയ്തു. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പാലക് ചീരയുടെ പ്രചരണമാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഒരു കണ്ടന്റ് ആയിട്ട് വരുന്നില്ല. പക്ഷേ ഈ പാലക് ചീര നമ്മളങ്ങനെ മാറ്റി നിർത്തേണ്ട ഒരു സസ്യമല്ല. നമ്മുടെ പച്ചച്ചീരയും അതുപോലെ തന്നെ ചുവന്ന ചീരയും ഒക്കെ എങ്ങനെയാണോ നമ്മൾ ഉപയോഗിക്കുന്നത്, എങ്ങനെയാണോ നമ്മൾ കൃഷി ചെയ്യുന്നത്, അതുപോലെ അനായാസം നമുക്ക് കൃഷി ചെയ്യാനും ഉപയോഗിക്കാനും കഴിയുന്ന ഒരു വിഭവമാണ് നമ്മുടെ ഈ പാലക് ചീര. പാലക് ചീരക്ക് നമ്മുടെ കേരളത്തിൽ ചുവന്ന ചീരക്കും പച്ചച്ചീരക്കും കിട്ടിയിട്ടുള്ള ആ ഒരു സപ്പോർട്ട് ഇനിയും ലഭിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ പാലക് ചീരയെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാമെന്ന് കരുതിയത്. നമ്മളെല്ലാവരും ഈ പാലക് ചീര ഒന്ന് കൃഷി ചെയ്ത് നോക്കാൻ തയ്യാറാവണം. അതുപോലെ തന്നെ അത് ഉപയോഗിച്ച് അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കാനും സന്ദേശം നൽകാനാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ 2 ഉള്ളി, 1 തക്കാളി, പച്ചമുളക്, അണ്ടിപ്പരിപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ നമ്മുടെ പനീർ, പിന്നെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ പാലക്ക്. അപ്പോൾ വളരെ അനായാസം പിന്നെ ചുരുങ്ങിയ സമയത്ത് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കറി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതെല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ പ്രധാനമായിട്ടും പാലക്ക് കൃഷി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഇതിൽ കാണിച്ചത് വെള്ളം നന്നായി ചൂടായതിനു ശേഷം അതിൽ അണ്ടിപ്പരിപ്പ് ഇടുക, പിന്നെ അതിന് ശേഷം പാലക്ക് ഇതിലിട്ട് കൊടുക്കുക. നന്നായി തിളപ്പിച്ചതിന് ശേഷം പിന്നെ തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ പാലക്കും അണ്ടിപ്പരിപ്പും കോരിയെടുത്ത് നല്ല തണുത്ത വെള്ളത്തിലേക്ക് മാറ്റിയിടുകയാണ് വേണ്ടത്. ആ തണുത്ത വെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്കത് മിക്സിയിലിട്ട് പിന്നെ അരച്ചെടുക്കണം, നന്നായി അരച്ചെടുക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പാലക്കിൻ്റെ ഗുണങ്ങൾ പിന്നെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തതാണ്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഈ പാലക്ക് നന്നായിട്ട് നമുക്ക് കൃഷി ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്, സാധാരണ ചീരയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ. അപ്പം നമ്മളത് പിന്നെ പാലക്കിൻ്റെ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത് കൃഷി ചെയ്യാനും നമ്മൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കറികൾ ഉണ്ടാക്കാനും വേണ്ടി തയ്യാറെടുക്കണം. നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന കുറേ കറികളുണ്ട്. നമ്മുടെ മലയാളികളുടെ മെനുവിലുള്ള ഒരുപാട് കറികളുണ്ട്. അത് നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ച് നമുക്ക് മടുത്ത്. ഇനി ഈ രൂപത്തിലുള്ള ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഒരു പിന്നെ പാത്രം എടുത്തിട്ട് അതിൽ നമ്മൾ വെളിച്ചെണ്ണ എടുത്ത് തിളപ്പിച്ചതിന് ശേഷം വറ്റൽ മുളക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കുകയാണ്. ജീരകം ഒന്ന് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമ്മളതിലേക്ക് ഉള്ളി അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കുന്നു. ഉള്ളി നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് അടുത്തതായി ഇടാൻ പോകുന്നത് നമ്മുടെ ഇഞ്ചിയാണ്. ഇഞ്ചി നമ്മളതിൽ ചേർത്ത് കൊടുക്കുക. ചെറിയൊരു കഷ്ണം ഇഞ്ചി മതിയാവും. പിന്നെ നമ്മുടെ ഈ പനീറിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട് കേട്ടോ. പനീർ നമ്മുടെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു വിഭവം തന്നെയാണ്. പിന്നെ അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ട്. തക്കാളിയും നന്നായി വഴറ്റിയെടുത്ത് തക്കാളി ഒന്ന് ഉടയാൻ വേണ്ടിയിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വെച്ചിട്ട് അതിനിടയിൽ നമ്മൾ പിന്നെ നമ്മുടെ ഈ പാലക്ക് അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അതിനെ അത് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം ഒന്ന് തിളക്കാൻ വേണ്ടി സമയം കൊടുക്കുക. ഒരു മിനിറ്റ് 1-2 മിനിറ്റ് തിളച്ചാൽ മതി.
പിന്നെ നമുക്ക് കുറച്ച് ടൈറ്റ് ആയിട്ട് തന്നെയാണ് ഇത് ഉണ്ടാവുക, അധികം ലൂസാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ നമ്മൾ കുറച്ചൊന്ന് ചൂടുവെള്ളം ആഡാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് തിളക്കാൻ വേണ്ടി സമയം കൊടുത്തു. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് പിന്നെ മുളക്, പിന്നെ കുറച്ച് മല്ലി, പിന്നെ ഒരു നുള്ള് പിന്നെ നമ്മുടെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് അതൊന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് തിളക്കാൻ വേണ്ടി വെക്കുക. അധികം തിളക്കേണ്ട ആവശ്യമില്ല, 1 മിനിറ്റ് താഴെയുള്ള സമയം തിളച്ചാൽ മതി. ഏറ്റവും അവസാനമാണ് നമ്മൾ ഇതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കുന്നത്. പനീർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അധികം സമയം വേണ്ട, ഒരു 30 സെക്കൻഡ് ഒന്ന് തിളച്ചാൽ മതി. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് താഴെയുള്ള സമയം തിളച്ചാൽ നമുക്ക് നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ പാലക് പനീർ റെഡിയായി. ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ചപ്പാത്തിക്കും അതുപോലെ തന്നെ ദോശയ്ക്കൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള